അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മൾ ഇന്നും പതിവ് പോലെ കുറച്ച് ട്രിപ്പും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കാലല്ലേ, ചക്കയും ചക്കക്കുരു ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് എത്രയും നമ്മൾ വയറ്റിലാക്കാൻ നോക്കണം. എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി ചക്കക്കുരുവിലുണ്ട് എന്നല്ല എല്ലാ ഡോക്ടർമാരും കണ്ടുപിടിച്ചിട്ടുണ്ടത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കണ ഒരു റെസിപ്പി കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് മുമ്പായിട്ട് ഒരു ട്രിക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ അതാ നമ്മളിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട്, വർഷക്കാലമൊക്കെ വരില്ലേ, വർഷക്കാലം വരികയാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ കഴിഞ്ഞോലുണ്ടെങ്കിൽ ഒക്കെ മുളകൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റിയ സമയമാണ്, നല്ല വെയിലല്ലേ. അപ്പോൾ നമ്മൾ മുളകൊക്കെ നന്നായി കഴുകി എടുക്കുക. മുളകിലെ ചളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പാക്കറ്റ് പൊടിയൊന്നും ആരും വാങ്ങി കഴിക്കൂല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2-3 സൈസ് മുളകാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ 2 സൈസ് മുളകാണ് ഞാൻ ഇപ്പോൾ കഴുകേണ്ടത്. അപ്പം നമ്മളൊരു ഈ മുളകിൻ്റെ കുരു ഒന്നും ഒഴിവാക്കാതെ കഴുകി എടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ മുളകിൻ്റെ കുരു പോയാൽ എരിവുണ്ടാവില്ല, മുളകിൻ്റെ ടേസ്റ്റ് കുറയും, മുളകിനൊരു കയ്പ്പ് രസമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരു കൊട്ട നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മുളക് കഴുകിയെടുക്കാൻ നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകേണ്ട ഒന്ന് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓർമ്മ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. വേനലൊക്കെ കഴിഞ്ഞ് തുടങ്ങല്ലേ, എല്ലാവരും ടൂറിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്കൊന്നും ആർക്കും വലിയ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ കഴിയാനയക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വർഷക്കാലമാകുമ്പോൾ നമുക്ക് മുളകൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഈ പാക്കറ്റ് പൊടിയല്ലേ ഇക്കാരെ വാങ്ങി കഴിക്കൽ. അപ്പോൾ അതിനൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് 6 മാസത്തിനുള്ള മുളക് പൊടി ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മളൊരു കൊട്ടയിൽ മുളക് ഇട്ടുകാണ്ട് വലിയൊരു പാത്രത്തിൽ ഇട്ടുകാണ്ട് നമ്മളിങ്ങനെ കഴുകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കട്ടോ. മുളകിൻ്റെ ഉള്ളിക്കറ്റ വെള്ളം കിടക്കില്ല, നമുക്ക് നന്നായി വരുതി കഴുകും ചെയ്യാം. മുളകിലൊക്കെ ഇഷ്ടം പോലെ ചളിയുണ്ട് കേട്ടോ, ചളി ഒരു മണ്ണ് ചളി ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി പൈപ്പിൻ്റെ ചുവട്ടിലിട്ടുകാണ്ട് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് മുളകുണ്ട് കേട്ടോ, ഒരു 1.5 കിലോ മുളകുണ്ട്. അപ്പോൾ കുറച്ച് മാവേലിയിൽ നിന്ന് വാങ്ങിയതും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതും എല്ലാം കൂടിയാണ് ഇട്ടത്. അപ്പോൾ 3 സൈസ് മുളകാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ കുരു ആ ബക്കറ്റിക്ക് പോയാൽ പിന്നെ അത് നമ്മൾ എടുക്കേണ്ടതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല കഴുകിയതിന് ശേഷം മേലെ ലേസം ഉക്കളൊക്കെ ഒന്ന് ഒഴിച്ചുകാണ്ട് നമ്മളുണ്ട് വാരാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കൊട്ടിയിലാവുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ്, വേഗം ഉണങ്ങി കിട്ടും. മുളകിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കില്ല. ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് മുളക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അതിലുണ്ടാവും കുരു. അപ്പോൾ ഒരു അരിപ്പ വെച്ചുകാണ്ട് ഇട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകൂടി കഴുകിങ്ങാണ്ട് ഊതിക്ക് ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഈ കുരു ഒന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ മുളക് എടുക്കണം. അപ്പോൾ അത് ആദ്യം നെട്ടിയുള്ള കാശ്മീരി മുളകും സാധാ മുളകും ഞാൻ കഴുകിയിട്ടാ. ഇത് നെട്ടില്ലാത്ത കാശ്മീരി മുളകാണ്. ഇതിൽ പിന്നെ വലിയ ചളിവ് കാണില്ല. അപ്പോൾ ഇത് ഒറ്റക്ക് അതും കഴുകിട്ടോ. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി നമുക്ക് ചക്കക്കുരുവിൻ്റെ ഒരു റെസിപ്പി കാണിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയതും ഇതുവരെ ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ചക്ക കിട്ടിയാൽ ചക്കക്കുരു പെട്ടെന്ന് തന്നെ നമ്മൾ അത് വേവിച്ച് വെക്കട്ടെ നല്ലത്. എന്താ വെച്ചാൽ പച്ചയിൽ നമ്മൾ പുറത്ത് വെച്ചാൽ ചക്കക്കുരു അത് കെട്ടുപോകുമെന്ന് പറഞ്ഞാൽ കേടായി പോവും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ പൊടി പോവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് സാധനം പൂളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പൊടി പോവുകയാണ്, സാധാ നല്ല ഇതിൽ കിട്ടൂല നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ചുകാണ്ട് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇനി എപ്പോഴെങ്കിലും കറി വെക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ വെക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചുകാണ്ട് നമ്മൾ കുക്കറിലിട്ടുകാണ്ട് ഒരു 2 വിസിലടുപ്പിച്ച് വേവന്തോട്ടാ. ചക്കക്കുരു എപ്പോഴും വേവണം. ചിലർക്കൊക്കെ ഗ്യാസ് ഉണ്ടാവും എന്ന് വിചാരിച്ചുകാണ്ട് ചക്കക്കുരു കഴിക്കാൻ മടിയാണ്. അതിന് ചക്കക്കുരു നല്ല വേവിക്കണം. അപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ആദ്യത്തെ വെള്ളം വേണമെങ്കിൽ ഒഴിവാക്കട്ടെ, വെള്ളം ഒഴിവാക്കരുത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ഒരു ബോക്സിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചുകാണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണ്ട. അങ്ങനെ ഇങ്ങനെ വേവിച്ച് വെച്ചാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ എപ്പോഴെങ്കിലും കറി വെക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ പൊടിയും പോവില്ല, ഇങ്ങനെ വെക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റണേ, ബാക്കി കൊണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി കാണിക്കാം. അപ്പോൾ ബാക്കി ഇതാ നമ്മൾ തൊലിച്ചെടുക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തൊലിക്കാൻ സുഖമാണ്. ആദ്യം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു വരയിടത്ത നല്ലത്, അല്ല ഞാൻ കൈക്ക് കിടന്നാണ്ട് ഇങ്ങനെ ഉക്കിളി ആയി വരികയാണ്. അപ്പോൾ ഒന്ന് വരട്ടുകാണ്ട് ഒന്ന് കുറച്ച് തൊലിച്ചുകാണ്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ആദ്യം തന്നെ എന്നാൽ നമുക്ക് പിന്നെ അത് എടുക്കാൻ എളുപ്പമുണ്ടാവും, അല്ല ഞാൻ കൈക്കല്ലിൽ കിട്ടാൻ പണിയാണ്. അപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരു ഇട്ടത്. അപ്പോൾ ഞാൻ അത് ഒറ്റൊന്നും ഒഴിവാക്കാതെ വേവിച്ചിക്കണേ. അപ്പോൾ ചില ചക്കക്കുരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് പൊടിയുണ്ടെന്ന്. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ, നന്നായി പൊടിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതെല്ലാം കൂടി വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൊണ്ടാണ് കേട്ടോ പണി. അപ്പോൾ ഇതാ ഞാൻ ഒരു 10 രൂപേൻ്റെ ഒരു പാൽപ്പൊടിൻ്റെ പാക്കറ്റ് എടുത്തുകൊണ്ട്, ഇനി പാലായാലും വേണ്ടില്ല, പാൽപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി കട്ടിക്ക് കിട്ടും, അതിനാണ് ഞാൻ പാൽപ്പൊടി എടുത്തുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ചട്ടി കത്തിച്ചിട്ടൊന്നുമില്ല, ഒരു ചട്ടിക്ക് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതിക്കൊരു 1.5-2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. കുറുകണിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ ഒക്കെ ഒന്ന് കട്ടക്കൊന്ന് നല്ലണ്ട് ശരിയാക്കട്ടാ. നല്ലൊന്ന് കട്ടൊക്കെ ഉടച്ചുകാണ്ട് ഒക്കെ റെഡിയാക്കാണ്. തീ കൊടുത്തിട്ടില്ല, ഇനി നമ്മൾ തീ കത്തിക്കട്ടാ. തീ കത്തിച്ചുകാണ്ട് ചെറുതായിട്ട് നമുക്ക് ഒരു തീയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിങ്ങാണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിക്കൊരു 2-3 ഏലക്കായി പൊടിച്ചുകാണ്ട് അത് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഇത് അടിപൊളി റെസിപ്പി കേട്ടോ. ഇതാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ വെക്കേഷനല്ലേ, കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് കാണും, ഇങ്ങനെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തിന്നേണ്ടി വരും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിട്ടത്. അപ്പോൾ ഇതാ നമ്മൾ അതിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച ചക്കക്കുരുന്ന് ഒരു 4-5 സ്പൂണ് ഞാൻ അതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിഞ്ഞിക്കണേ. അപ്പോൾ ഒന്നും കൂടി പൊടിക്കണമെങ്കിൽ ഒന്നും കൂടി പൊടിക്കും ചെയ്യാം. അപ്പോൾ ഒരു 4-5 സ്പൂണ് ഞാൻ അതിക്കിട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഇനി അതിൽ കിട്ടുകാണ്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുക. നല്ലൊന്ന് വേവിച്ച് വരുമ്പോൾ അതിങ്ങനെ പിന്നെ കട്ടിക്കായി വരും. അപ്പോൾ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി വേവിക്കണേ. അപ്പോൾ ഞാൻ വെള്ളം കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ലേശം ചൂടുവെള്ളം അതിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം വെന്തോട്ടെ. പിന്നെ പാകത്തിന് പിന്നെ ഉപ്പ് ഞാൻ ആദ്യം ചക്കക്കുരു വേവിച്ചപ്പോൾ ഇട്ടിക്കണേ. പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര കുറച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അതിലുണ്ട് മെൽട്ടായിക്കോട്ടെ. അപ്പോൾ ലേശം ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ കസ്റ്റാർഡ് ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ, അപ്പോൾ അതിൻ്റെ ആ കളർ കാണുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് ചെയ്യണില്ല, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ഒന്നും മുന്നോട്ട് പോകണില്ല. മുന്നോട്ട് പോകാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇത് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് അടിച്ച് കണ്ട് ആ ലൈക്ക് ബട്ടൺമേൽ ഒന്ന് അമർത്തുക, നിങ്ങളെ കൈയൊന്ന് അമർത്തുക. അതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് നമ്മളോട് സഹകരിച്ച് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി നല്ല വെന്തിക്കണമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഒരു കുപ്പിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ ബാക്കി ചക്കക്കുരു ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അത് നമ്മൾ ഈ പച്ചക്കറീൻ്റെ കറിയൊക്കെ കട്ടി കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോ 1 സ്പൂണായി ഇട്ട് കൊടുത്താൽ കറി നല്ല കട്ടി ഉണ്ടാവും. ചക്കക്കുരു ചെന്നാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചക്കറിയിലിട്ടാൽ മീനിലിടില്ല. അപ്പോൾ അങ്ങനെ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ പൊടിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റണം കേട്ടോ. അപ്പോൾ ചക്കക്കുരൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് ആരും മിസ്സാക്കരുത്, എല്ലാവരും കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ചക്കക്കുരുവിനും പച്ചച്ചക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നിടത്തോളം ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പപ്പായ കഷ്ണം ഉണ്ടായിന്, ഒരു റോബസ്റ്റ് പഴം ഉണ്ടായിന്, പിന്നെ ലേശം മുന്തിരി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും കഴിച്ചു കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ തളർന്ന് വീണ് പോകും. അത്രയ്ക്ക് നമ്മൾ ചൂട് താങ്ങാൻ കഴിയാതെ നിൽക്കല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതാ അണ്ടി, മുന്തിരി, ലേസം, ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മൂപ്പിച്ച് കാണ്ട് അത് ഇട്ട് കൊടുത്ത്, ഇനി പിസ്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോളി കുട്ടികൾക്ക്. അതൊക്കെ ഏറ്റവും ഇഷ്ടമല്ല, നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. അവിടെ നല്ല തണുപ്പിച്ച് കാണ്ട് ഇങ്ങനെ കുറേശ്ശെ കഴിക്കുമ്പോൾ എന്താ മക്കളെ അതിൻ്റെ രസം എന്നാ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നമ്മൾക്കും കഴിക്കുക. കുറേ ദിവസം വെച്ചുകാണ്ട് കഴിക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.